ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തും യാതൊരുവിധ മോശമായ രീതിയിൽ പെരുമാറിയിട്ടില്ല, അല്ലെങ്കിൽ അവർ അല്പം പോലും മെന്റലി ഹരാസ് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അന്ന് ഈ റോഹിത് സാറിന് പറഞ്ഞ ശേഷം സഹോദരൻ പറഞ്ഞത് ഈ ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു മെന്റലി ഹരാസ് ചെയ്ത ലെവലിലൊക്കെ ഒന്ന് പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറയാം. ഈ സഹോദരനല്ലല്ലോ കൂടെ നടക്കുന്നത്, ഈ സഹോദരനല്ല കൂടെയുള്ളത്. ഇവിടെ കമ്പനിയിൽ 2 ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ഉണ്ട്, അതുപോലെ ഇവര് ഡയറക്ടേഴ്സ് ഉണ്ട്, അവിടെയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് കമ്പനിയുടെ കാര്യങ്ങളൊന്നും അറിയില്ല. അദ്ദേഹം അന്ന് മീഡിയയിൽ പറഞ്ഞു, ഞാൻ അപ്പം തന്നെ വാൺ ചെയ്തു അദ്ദേഹത്തോട്. വാൺ ചെയ്യുന്ന സെൻസ് ഞാൻ അഡ്വൈസ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയരുത്, അത് ശരിയല്ല. ഒരു വ്യക്തിനെ കുറിച്ചോ മറ്റൊരെ കുറിച്ച് പറയുന്നത് ശരിയല്ല. നമ്മൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് കണ്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇവര് ഇൻകം ടാക്സുകാരൊന്നും ഒരാളെ അറാസ് ചെയ്യാൻ വന്നിട്ടില്ല. അങ്ങനെ അറാസ് ചെയ്താൽ നിൽക്കുന്ന ആളല്ല റോയ് സാറും ഞാനും. ഞങ്ങൾ അറാസ് ചെയ്യാൻ വന്നാൽ ഞങ്ങൾ അതുപോലെ തന്നെ വേറെ കാര്യങ്ങൾ ചെയ്യും, അത് വേറെ. ദാറ്റ്സ് എ ഡിഫറെന്റ് ഗെയിം. അപ്പോൾ ആ സമയത്ത് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പ്രതികരിച്ച് വൈകാരികമായിട്ട്? ആര്? സഹോദരന്റെ ഭാഗത്തും സഹോദരൻ അദ്ദേഹം അന്ന് മലേഷ്യയില് പുക്കറ്റിൽ എവിടെയൊക്കെയായിരുന്നു. അന്ന് രാത്രി വന്നു. അപ്പൊ ഈ ചെയർമാന്റെ ഭാര്യയും പിള്ളേരും വന്നിട്ടില്ല. ചെയർമാൻ മരിച്ചു. അവിടുത്തെ ഏതെങ്കിലും സ്റ്റാഫ് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താല് അതൊരു പെട്ടെന്നുള്ള പ്രതികരണമാണ്, മനസ്സിലായില്ലേ? പലരും പ്രതികരിച്ചിട്ടുണ്ട് അതുപോലെ. പക്ഷെ അത് പിന്നെ ലാസ്റ്റ് നിർത്തി. കാരണം അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അത് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ നമ്മളത് ചെയ്യണത് ശരിയല്ല. ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, അന്നേരം ആരാതിന്റെ കൾപ്പറിട്ട് അവരെ പിടിക്കട്ടെ, അവരോട് കാര്യങ്ങൾ പറയട്ടെ, അത്രയേ ഉള്ളൂ നമ്മൾക്ക് നോക്കുന്നത്. സാർ, ഇതുവരെയുള്ള അന്വേഷണത്തിൽ താങ്കൾക്ക് വ്യക്തിപരമായും അല്ലെങ്കിൽ കമ്പനിക്കും സംതൃപ്തി ഉണ്ടോ? ഒരു വിധത്തിലുള്ള കുഴപ്പങ്ങളുമില്ല ഞാൻ നോക്കിയിട്ട്. കമ്പനിക്കും അതുപോലെ തന്നെ കമ്പനി ഇൻ ദ സെൻസ് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന MD എന്നത് ഞാനാണല്ലോ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ആൾ. എന്നോടാണ് ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതും കാര്യങ്ങളും ഞാൻ തന്നെയാണ് കംപ്ലൈന്റ് എഴുതി കൊടുക്കുന്നതും ഇതെല്ലാം. അപ്പൊ ഒരു നല്ല കോഡിയലായിട്ടാണ് അവിടുത്തെ പോലീസ് DCPമാരും അതുപോലുള്ള എല്ലാവരും ചെയ്യുന്നത്, വളരെ ആക്റ്റീവായിട്ട്. അപ്പൊ അവര് വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് അവരെ പ്രലോഭിക്കാനായിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നുമില്ല. കാരണം ഇതിനൊരു ശത്രുവില്ല ഇവിടെ. ഇനി ശത്രു എന്ന് കാണുന്നത് ജനം കാണുന്നത് ഇൻകം ടാക്സുകാരാണ്. അതിൽ അവരൊരു ശത്രു അല്ലല്ലോ. അവരുടെ ഗവൺമെന്റിന്റെ നമ്മുടെ ഗവൺമെന്റിന്റെ നിയമങ്ങൾ നടപ്പാക്കി അവിടെ നല്ല രീതിയിൽ ഒരു വിധത്തിലുള്ള എനിക്കിവിടെ ഞാൻ പറഞ്ഞിരുന്നു 5 ദിവസം ഉണ്ടായിരുന്നിട്ട് ഒരു വിധത്തിലുള്ള ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയില്ലെന്നുള്ള സത്യം. സർ, ഈ മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കോമൺ ആണ് ആൾക്കാർക്ക്. ഇപ്പം ഫ്രം കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഏത് ഫീൽഡായാലും അങ്ങനെ ഒരു പേഴ്സണലി ഇപ്പോൾ ചിലപ്പോൾ അവരങ്ങനെ എക്സിബിറ്റ് ചെയ്യണമെന്നില്ല. അങ്ങനെ ഒരു സമ്മർദ്ദം റോയ് സാറിന് ഫേസ് ചെയ്തിരുന്നതായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്? അതെനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും മനുഷ്യന് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നത് പല രീതിയിലുണ്ടാകാം. നോട്ട് ഓൺലി ബിസിനസ്സിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളല്ല. ജനറ്റിക് ആയിട്ടുണ്ടാകാം, ബയോളജിക്കലായിട്ടുണ്ടാകാം, തൈറോയിഡിന്റെ പ്രവർത്തനങ്ങളുണ്ടാകാം, കെമിക്കൽസ് ചേഞ്ചസിലേക്കാണ് ഈ ഇതുപോലുള്ള ഈ നിങ്ങൾ പറഞ്ഞ മാനസിക സമ്മർദ്ദം ഒക്കെ വരിക. അല്ലാതെ പിന്നെ ഒരാളും അദ്ദേഹത്തെ ത്രെട്ടൻ ചെയ്യാൻ ഇല്ല. നത്തിങ് ഡൂയിങ്. അവിടെ ഒരാളും അദ്ദേഹത്തെ ത്രെട്ടൻ ചെയ്യാനോ അതിനോ ഒരാളുമില്ല. അതിനുള്ള ഒരു എന്താ പറയാ ജോയി, അതിനുള്ള ഒരു സാധ്യതയില്ല, ഒന്നുമില്ല. ഒരു കാര്യം കൂടെ, ഇതിപ്പോ ഒരു ഇമോഷണൽ ടോൾ ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഇപ്പോൾ പേഴ്സണലി സാറാണെങ്കിലും ഫാമിലി ആണെങ്കിലും ഈ കമ്പനിക്ക് ലീഡറിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു, ആ ഫാമിലിക്ക് ദേ ഹാവ് ലോസ്റ്റ് ഫാദർ ആൻഡ് ഹസ്ബൻഡ്. അവരെ ഹൗ ആർ യു ഡീലിംഗ് വിത്ത് ദാറ്റ്? തീർച്ചയായിട്ടും അതും നാച്ചുറൽ ആണല്ലോ. ഞാൻ തന്നെ പല പ്രാവശ്യം ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ഞാൻ തന്നെ വളരെയധികം ദുഃഖിച്ച് എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ഡെഡ് ബോഡി ആയിട്ട് പോയ ഹോസ്പിറ്റലിൽ തന്നെ എന്നെ അഡ്മിറ്റ് ചെയ്തു. പ്രഷറും ഷുഗറൊക്കെ കൂടി എന്നെ അഡ്മിറ്റ് ചെയ്ത് പിന്നെ 2-3 മണിക്കൂർ അവർ ഇതെല്ലാം ഒരു ഫസ്റ്റ് എയ്ഡ് ഒക്കെ തന്നിട്ടാണ് എന്നെ വിട്ടത്. അപ്പോ നാച്ചുറലായിട്ട് നമ്മൾ ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർ, അടുത്ത സുഹൃത്തുക്കള്, അടുത്ത
അതുപോലെ കോവർക്കേഴ്സ് ഇവരെല്ലാം പോകുമ്പോൾ നമ്മൾക്ക് നാച്ചുറലായിട്ട് ഉണ്ടാവും. അത് നമ്മൾ അന്നേരം കൈകാര്യം ചെയ്യുക. അദ്ദേഹത്തിന്റെ മരണം ഫ്യൂണറൽ നടക്കുന്നവരെ ബുദ്ധിമുട്ട്. ഫ്യൂണറൽ ഹാളിലേക്ക് ഞാൻ കയറിയിട്ടില്ല എന്നുള്ള സത്യം. കാരണം അതിലേക്ക് കയറിയാൽ നമ്മൾ ഇമോഷണൽ ആയി പോകും. അതുകൊണ്ട് പുറത്ത് തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.